ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ടാണെങ്കിൽ 4 മണി ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഷുഗർ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു പലഹാരം തയ്യാറാക്കിയാലോ. ആദ്യം 2 തവി റാഗിപ്പൊടി അഥവാ പുല്ലുപൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് 1 തവിയാണെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുത്തരിയുടെ അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒത്തിരി വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കരുത്, തീരെ വെള്ളം കുറഞ്ഞു പോകരുത്. അവൽ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് വലിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി വെക്കുക. അരമണിക്കൂറിന് ശേഷം ഒന്നുകിൽ ഇലയിൽ ഇതുപോലെ പരത്തിയെടുക്കുക, അതല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഇതുപോലെ ഉരുള പിടിച്ചു എടുക്കുക കേട്ടോ. ഇത് മുഴുവൻ ഞാൻ ചെയ്തിട്ട് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും കഴിക്കാവേ. ഇനി ഇപ്പം നമുക്കാണെങ്കിൽ റാഗി വെച്ചിട്ടാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഗുണങ്ങളുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അടയാണ്. അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലുപൊടി അഥവാ റാഗിപ്പൊടി എടുത്തിട്ട് വെള്ളവും 1 നുള്ളു ഉപ്പുപൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ശർക്കരപ്പാനി വേണം. അതായത് ശർക്കര ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് അലിയിപ്പിച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ ഒന്നാണെങ്കിൽ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയൊരു നൂൽ പാകമാണ്. ഞാൻ അതിലോട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതാണെങ്കിൽ അവലാണ്. കുറച്ച് അവൽ ഇട്ട് കൊടുക്കുക. എള്ള് നമ്മുടെ മുടിക്കും അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ ഹെൽത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഈ റാഗിയും എള്ളൂടെ ചേരുമ്പോഴത്തേന് ഹീമോഗ്ലോബിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ടും എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനായിട്ട് സഹായിക്കുവേ. നമ്മൾ കുറച്ച് അവലും ചേർത്ത് അതുപോലെ തേങ്ങ ചിരകിയതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതുപോലൊരു ഇലയിലോട്ട് നമ്മുടെ റാഗിയാണ് ഇതുപോലെ പരത്തിയെടുക്കുക. ഇപ്പം നമ്മൾ സാധാരണ അടയൊക്കെ തയ്യാറാക്കുന്ന പോലെ അകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുക. അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കാണാത്തത്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ കുട്ടികളെ പറ്റിക്കാനായിട്ട് നമുക്കിതുപോലെ ഡബിൾ കളറിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് അരിപ്പൊടി കുഴച്ചിട്ട് നമ്മൾ റാഗി ഇതുപോലെ ഒരു സൈഡിൽ വെക്കുക, അരിപ്പൊടി മറ്റേ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് അവലും റാഗി അതുപോലെയാണ് ശർക്കര എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തു ഇതുപോലെ ഉണ്ടാക്കാം. അതുപോലെ അകത്ത് ഫില്ലിങ്സ് വെച്ചും ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. എന്തായാലും കുട്ടികൾക്ക് 100% ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാ രീതിയിലും തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ മധുരം ഇല്ലാത്തതും മധുരം ഉള്ളതും ഒക്കെ എല്ലാം ഒന്നിച്ചാണ് വേവിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ.